തൃശൂർ പടിഞ്ഞാറേക്കോട്ട ജംഗ്ഷൻ വികസനത്തെ തുടർന്ന് തെരുവിലേക്ക് കുടിയിറക്കപ്പെട്ടവരാണ് സഹോദരിമാരായ സുനിതയും ആശയും. സ്വന്തം വീട് നഷ്ടമായതോടെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന ഇരുവരും കുറച്ചുനാൾ വാടക വീട്ടിൽ താമസിച്ചു. പക്ഷേ കയ്യിൽ പണമില്ലാതായതോടെ കഴിഞ്ഞ 6 മാസത്തിലേറെയായി വീണ്ടും തെരുവിലാണ് ഇവരുടെ ജീവിതം. മാസങ്ങളായി നടുറോഡിൽ കഴിഞ്ഞിട്ടും ഇരുവർക്കും ചികിത്സ നൽകാനോ പുനരധിവസിപ്പിക്കാനോ ആരും തയ്യാറാകുന്നില്ലെന്നതാണ് ഏറെ സങ്കടകരമായ കാര്യം. കോരിച്ചൊരിയുന്ന മഴയത്തും മരം കൊച്ചുന്ന തണുപ്പത്തും ഒരു കുടയുടെ മാത്രം മറവിലാണ് ജീവിതം. റോഡിലൂടെ ചീറിപ്പായുന്ന വാഹനങ്ങൾ ഒരുപക്ഷെ ജീവൻ കവർന്നേക്കാം. എങ്കിലും ഈ തെരുവിൽ നിന്ന് മാറി താമസിക്കാൻ മനസ്സില്ലാത്തവരാണ് സുനിതയും അനുജത്തി ആശയും. അസുഖബാധിതയായ ആശയെ വഴിയോരത്തെ പ്ലാസ്റ്റിക് കട്ടിലിലാക്കി സുനിത ഉപജീവന മാർഗമായ ലോട്ടറി കച്ചവടത്തിനിറങ്ങും. ശുചിമുറി ആവശ്യങ്ങൾക്കായി ഇരുട്ടിന്റെ മറവിൽ ഇരുവരും തെരുവിനെ തന്നെ ആശ്രയിക്കും. കയ്യിൽ പണമുണ്ടായാൽ വഴിയോരത്തെ തട്ടുകടകളിൽ നിന്ന് ഭക്ഷണം വാങ്ങും. ഇല്ലെങ്കിൽ പട്ടിണി വയറുമായി കിടന്നുറങ്ങും. ലോട്ടറി വിറ്റിട്ടാണ് ജീവിക്കുന്നത്. ചിലപ്പോൾ ലോട്ടറിയിലൊന്നും കിട്ടില്ല. അപ്പം ഭക്ഷണം കഴിക്കുന്നത് റോട്ടിൽ തന്നെയാണ്. ഇപ്പോൾ 6 മാസമായിട്ട് ഞാനിവിടെ അടുത്തൊരു ഷോപ്പിൽ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പം നമ്മൾ 6 മാസമായിട്ട് അവരെ സ്ഥിരമായിട്ട് കാണുന്നതാണ്. അവർ റോട്ടിൽ തന്നെയാണ്. പള്ളിയുടെ മുന്നിലൊക്കെ കിടന്നായിരുന്നത്. അപ്പോൾ അവിടെ എന്തോ അസുഖം എന്തോ മെനക്കെടൊക്കെ ഉണ്ടായിട്ട് പിന്നെ അവർ അവിടെ കിടക്കാൻ പറ്റില്ല എന്നുള്ളൊരു കണ്ടീഷൻ പറഞ്ഞു തോന്നണം. അത് കൃത്യമായിട്ടൊന്നും നമുക്ക് അറിയില്ല. പക്ഷേങ്കിൽ ഇവരുടെ ജീവിതം വളരെ കഷ്ടമാണ്. ആരെങ്കിലും ഇവരെ സഹായിച്ചാൽ തർക്കമില്ല. അവർക്ക് വേറെ വഴിയില്ലാഞ്ഞിട്ടാണ്. അല്ലാണ്ട് ഇപ്പോൾ 2 സ്ത്രീജനങ്ങൾ റോട്ടിലിറങ്ങി നിൽക്കാന്ന് പറഞ്ഞാൽ മോശമല്ലേ? നമുക്കൊന്നും സഹായിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഒരു പരിധിയുണ്ട്. അപ്പോൾ നമ്മളെ കൊണ്ട് അതൊന്നും സഹായിക്കില്ല. പറ്റണ കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് പുറമ്പോക്ക് ഭൂമിയിൽ താമസിച്ചിരുന്ന ഇവരുടെ വീട് തൃശൂർ പടിഞ്ഞാറേക്കോട്ട ജംഗ്ഷൻ വികസനത്തിന്റെ ഭാഗമായി 2013-ലാണ് നഷ്ടമാകുന്നത്. മാനസിക ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് 2 പേരെയും ബന്ധുക്കൾ വർഷങ്ങൾക്ക് മുൻപേ ഉപേക്ഷിച്ചു. ഇരുവരെയും ചില സന്നദ്ധ സംഘടനകളും കോർപ്പറേഷൻ അധികൃതരും സഹായിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ മാനസിക വെല്ലുവിളി നേരിടുന്ന ഇരുവരും ഇക്കാലമത്രയും ആ സഹായങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. പല സംഘടനകളും ഇവരിങ്ങനെ പടിഞ്ഞാറക്കോട്ടയിൽ 2 പേരിങ്ങനെ താമസിക്കുന്നു എന്നറിഞ്ഞിട്ട് പിന്നെ പള്ളിയുടെ മുമ്പിലൊക്കെ കസറിയിട്ട് ഇങ്ങനെ താമസിക്കുന്നു എന്നറിഞ്ഞിട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടുകൊണ്ട് വിഷമമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെല്ലാവരും ഇപ്പോഴത്തെ മേയർ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ പോവുകയും ഇവരുമായിട്ട് നിരന്തരമായി ബന്ധപ്പെടുകയും ചെയ്തിട്ടും അവരവിടെ നിന്ന് പോകാൻ താല്പര്യം കാണിച്ചില്ല. എന്നിട്ട് ചില സംഘടനകൾ അവരെ കൊണ്ട് മാറ്റി താമസിപ്പിക്കാൻ തയ്യാറാവുകയും ചെയ്തു. ഞങ്ങളത് അവരോട് സംസാരിച്ച് കഴിഞ്ഞ പിറ്റേ ദിവസം തൊട്ട് അവരവിടെ വേറെ മാറി വേറെ വാടക വീട് എടുത്ത് അവിടെ പോയി താമസിച്ചു. എന്നിട്ടും അവർ ഈ ഫ്ലാറ്റ് അവരവിടെ താമസിക്കുന്നില്ല. അവർക്ക് താല്പര്യമില്ലെന്നാണ് പറയുന്നത്. തൃശൂർ കോർപ്പറേഷൻ നൽകിയ ഫ്ളാറ്റിലേക്ക് മാറി താമസിക്കാൻ തയ്യാറാവാത്ത സുനിതയും ആശയും നഷ്ടമായ പഴയ വീട്ടിലേക്ക് മടങ്ങണമെന്ന പിടിവാശി തുടരുകയാണ്. എന്നാൽ മാനസിക വെല്ലുവിളി നേരിടുന്ന ഇവർക്ക് വീടിനേക്കാൾ ആവശ്യം ചികിത്സയും പുനരധിവാസവുമാണ്. പക്ഷേ മാസങ്ങളായി നടുറോഡിൽ കഴിയുന്ന ഇവർക്ക് അത്തരം സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിന് ഇതുവരെ ആരും തയ്യാറായിട്ടില്ലെന്നാണ് ആക്ഷേപങ്ങൾ ഉയരുന്നത്. ന്യൂസ് മലയാളം, തൃശൂർ.